കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് SQL കമാൻഡ്സ് ഉപയോഗിച്ച് ഒരു ഡേറ്റാബേസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്രിയേറ്റ് കമാൻഡ് ഉപയോഗിച്ചു. അതിനുശേഷം അതിനകത്ത് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇൻസേർട്ട് എന്ന് പറയുന്ന ആ കമാൻഡ് ഉപയോഗിച്ചു. അപ്പോൾ ഇൻസേർട്ട് കമാൻഡ് ഉപയോഗിച്ച് നമ്മൾ റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം അതിൽ നിന്ന് വാല്യൂസ് നമുക്ക് കാണാനായിട്ട് സെലക്ട് എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ടേബിൾ ഉണ്ടാക്കുന്നു. ആ ടേബിൾ ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് നമ്മൾ എൻ്റർ ചെയ്ത റെക്കോർഡ്സിലെ ചില വാല്യൂസ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നു. ഓൾറെഡി എൻ്റർ ചെയ്തതിനെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് നോക്കുന്നു. അതെങ്ങനെയാണ് നോക്കുന്നതെന്ന് നോക്കാം. ഇനി അതിനായിട്ട് നമ്മൾ ഇവിടെ പുതുതായിട്ട് ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ടേബിൾ ഉണ്ടാക്കുന്നു. ABC എന്ന് പറയുന്ന ടേബിൾ. അതിനകത്തുള്ള ഫീൽഡ് റോൾ നമ്പർ, നെയിം, ഫിസിക്സ്, കെമിസ്ട്രി എന്നിങ്ങനെയാണ്. അതിനകത്തൊരു 4-5 റെക്കോർഡ്സും നമ്മൾ എൻ്റർ ചെയ്യുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അപ്പം അതിനോടൊപ്പം നമ്മുടെ സ്പീഡിൽ വീഡിയോ കാണുന്നതോടൊപ്പം അത് നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് നോക്കുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. അത് പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അത് ആലോചിച്ച് നോക്കുക. എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, എങ്ങനെ റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യുന്നു, എങ്ങനെ റിട്രീവ് ചെയ്യുന്നു, ഇതൊക്കെ ആ കമാൻഡ് ടൈപ്പ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളത് ആലോചിച്ച് കൂടി നോക്കുക. ഇപ്പോൾ നമുക്ക് ABC എന്ന് പറയുന്ന ടേബിളിലെ വാല്യൂസ് എല്ലാം കാണാം. 4 റെക്കോർഡ്സ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള ഫീൽഡുകൾ നമ്മൾ നോക്കുക. റോൾ നമ്പർ, നെയിം, ഫിസിക്സ്, കെമിസ്ട്രി, ഇതിൻ്റെ മാർക്കുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ടേബിളിനകത്ത് ABC എന്ന് പറയുന്ന ടേബിളിനകത്തുള്ള വാല്യൂസ് എല്ലാം റെക്കോർഡ്സ് എല്ലാം നമുക്ക് കാണാം. 501 എന്ന് പറയുന്ന റോൾ നമ്പറിൽ അനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഫിസിക്സിന് മാർക്ക് 25, കെമിസ്ട്രിക്ക് 35. ഇനി നമുക്ക് മാർക്ക് എൻ്റർ ചെയ്തത് തെറ്റിപ്പോയി. ഇപ്പോൾ ഫിസിക്സിൻ്റെ മാർക്ക് ഇദ്ദേഹത്തിന് 30 ആണെന്ന് വിചാരിക്കുക, 30 ആണെന്ന് വിചാരിക്കുക. എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം? അതാണ് ഇവിടുത്തെ നമ്മുടെ പ്രശ്നം. അപ്പോൾ ഓൾറെഡി എൻ്റർ ചെയ്ത ഒരു റെക്കോർഡിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ ടേബിളിനകത്ത് നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത ഇൻസേർട്ട് കമാൻഡ് ഉപയോഗിച്ചൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്തു. ആ റെക്കോർഡ് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമാൻഡ്, SQL കമാൻഡ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ടേബിളിൽ ഒരു റെക്കോർഡിനകത്ത് ഏതെങ്കിലും വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് അപ്ഡേറ്റ് എന്നാണ്. നമ്മൾ കമാൻഡ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം: അപ്ഡേറ്റ് ടേബിളിൻ്റെ പേര് പറയുക, അപ്ഡേറ്റ് ABC. എന്നിട്ട് നമ്മൾ കൊടുക്കേണ്ടത് സെറ്റ് ഫിസിക്സിന് നമ്മൾ ഫിസിക്സ് എന്ന് മുഴുവനില്ല, ആ ഫീൽഡിൻ്റെ പേര് PHY എന്നാണ്. അത് കാരണം PHY ഈസ് ഈക്വൽ ടു പുതിയ വാല്യൂ. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് ഇതാണ്: അപ്ഡേറ്റ് ടേബിളിൻ്റെ പേര് അപ്ഡേറ്റ് ABC. സെറ്റ് ആ പുതിയ വാല്യൂ വരാൻ വേണ്ടിയിട്ടാണ് സെറ്റ് PHY എന്ന് നമ്മൾ കൊടുക്കുന്നു. സോ സെറ്റ് PHY ഈസ് ഈക്വൽ ടു 30. ഇനി നമ്മൾ പറയണം ഏത് റെക്കോർഡാണ്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ റെക്കോർഡാണ്. ഒന്നാമത്തെ റെക്കോർഡ് എന്നുള്ളതിന് നമുക്കിപ്പോൾ നെയിം അനു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ ഉള്ളൊരു കുഴപ്പം, ഈ ടേബിളിനകത്ത് വേറെയും അനു ഉണ്ടെങ്കിൽ ആ റെക്കോർഡും അപ്ഡേറ്റ് ആവും. അപ്പോൾ നമുക്ക് കറക്റ്റായി ആ പ്രത്യേക റെക്കോർഡ് മാത്രം പറയണമെങ്കിൽ ഇവിടെ നമുക്ക് റോൾ നമ്പർ കൊടുക്കാം. ഒരിക്കലും ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് 2 പേർക്ക് ഒരേ റോൾ നമ്പർ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റോൾ നമ്പർ 501 ആളിൻ്റെ റെക്കോർഡ് എന്ന് പറയാം. അതിന് നമ്മൾ എന്താ ചെയ്യുക? അപ്ഡേറ്റ് ABC സെറ്റ് ഫിസിക്സ് ഈസ് ഈക്വൽ ടു 30 എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ പറയാൻ നമ്മൾ വെയർ എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിക്കും. വെയർ റോൾ ഈസ് ഈക്വൽ ടു 501. അപ്പോൾ 501 ഉള്ള റോൾ നമ്പറുള്ള ആൾ ആരാണോ അത് ഒരാൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ എന്ത് മാറ്റാനായിട്ട് നമ്മൾ പറഞ്ഞു? ഫിസിക്സിൻ്റെ മാർക്ക്
30 അതിന് നമ്മൾ പറയുന്നത് അപ്ഡേറ്റ് ABC, ആ ടേബിൾ അപ്ഡേറ്റ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? സെറ്റ് PHY = 30. ആ ഫിസിക്സിൻ്റെ മാർക്ക് 30 ആക്കുന്നു. ഏതാണ് കണ്ടീഷൻ? എന്താ? ആരുടേതാണ് നമുക്ക് മാറ്റേണ്ടത്? ആ റോൾ നമ്പർ 501 ഉള്ള ആളിൻ്റെ. നമുക്ക് നോക്കാം. അത് അഫക്റ്റഡ് ആണ് എന്ന്, അതായത് ചേഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്. നമുക്ക് ചേഞ്ച് ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എളുപ്പം എന്തെന്ന് വെച്ചാൽ സെലക്ട് സ്റ്റാർ ഫ്രം ABC ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ മുഴുവൻ റെക്കോർഡ് വീണ്ടും കാണാം. നോക്കിയേ, നമ്മുടെ ടേബിളിൽ ഫിസിക്സിൻ്റെ മാർക്ക് 25 ആയിരുന്നു, അത് മാറി 30 ആയി. അടുത്തതായിട്ട് നമുക്കൊരാളുടെ പേര് മാറ്റിയിട്ട് പേരിലൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഉദാഹരണം, റോൾ നമ്പർ 502 ഉള്ള ആളുടെ പേര് ബിനു എന്നാണ്. ശരിക്കും ആ പേര് നമുക്ക് തെറ്റിപ്പോയതാണ്. അദ്ദേഹത്തിൻ്റെ പേര് മനു എന്നാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മനു എന്നാക്കണം. ചുരുക്കം, റോൾ നമ്പർ 502 ഉള്ള ആളുടെ പേര് ബിനു എന്ന് മാറ്റി മനു എന്നാക്കണം. അപ്പോൾ അതിന് നമ്മൾ ടേബിളിൽ എന്ത് ചേഞ്ച് വരുത്തണമെങ്കിലും നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾ അപ്പോഴേ അപ്ഡേറ്റ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യും. അപ്ഡേറ്റ്, ടേബിളിൻ്റെ പേര് പറയാം, അപ്ഡേറ്റ് ABC. സെറ്റ്, എന്ത് വാല്യൂ ആണോ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്, പുതുതായിട്ട് സെറ്റ് ചെയ്യേണ്ടത് അത് പറയുക. നെയിം, പുതിയ നെയിം കൊടുക്കണം. എന്താ പുതിയ പേര് കൊടുക്കേണ്ടത്? മനു എന്നാണ്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെയിം എന്ന് പറയുന്ന ഫീൽഡ് നമ്മൾ ക്യാരക്ടർ ഫീൽഡായിട്ടാണ് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ വേർക്യാർ ഫീൽഡായിട്ടാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയുള്ള ഫീൽഡുകളിൽ വാല്യൂസ് എൻ്റർ ചെയ്യുമ്പോൾ സിംഗിൾ കോട്ട്സ് ഇട്ട് തന്നെ കൊടുക്കണം, നിർബന്ധമാണ്. പക്ഷേ നമ്പേഴ്സ് ആണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടില്ല. ഇൻറ്റിജർ ഒക്കെ ആണെങ്കിൽ നമ്മൾ നമ്പർ നേരിട്ട് കൊടുക്കാം. അത് ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ സിംഗിൾ കോട്ട്സ് ഇട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ അപ്ഡേറ്റ് ABC സെറ്റ് നെയിം = മനു എന്ന് വരെ ആയി. പക്ഷേ ഏത് റെക്കോർഡെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ കണ്ടീഷൻ പറയാനായിട്ട് വെയർ ക്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. വെയർ, ഇനി ഏത് റെക്കോർഡാണ്? ബിനു എന്ന് പറയുന്ന പേര്, അല്ലെങ്കിൽ ബിനുവിൻ്റെ റോൾ നമ്പർ എത്ര? 502. അപ്പോൾ നമുക്കത് പറയാം, റോൾ = 502. നമുക്ക് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിയേ, 502 അദ്ദേഹത്തിൻ്റെ പേര് മാറി മനു എന്നായി. അപ്പം നമുക്ക് ഏത് റെക്കോർഡിലെ ഏത് വാല്യൂ വേണമെങ്കിലും ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു ടേബിളിലെ മുഴുവൻ, അല്ലെങ്കിൽ ഒരു ടേബിളിൽ ഒരാളുടെ മാർക്ക്, ഇപ്പോൾ ഫിസിക്സിന് ഒരാൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണോ ആ മാർക്കിനോട് 5 മാർക്ക് കൂട്ടണം. നമ്മൾ മാർക്ക് എത്രയാണെന്ന് പറയുന്നില്ല, എത്ര മാർക്ക് കിട്ടുന്നോ ആ മാർക്കിനോട് 5 മാർക്ക് കൂട്ടണം. ഇപ്പോൾ ഉദാഹരണം, അനു എന്ന് പറയുന്ന ആളിൻ്റെ മാർക്ക്, ഫിസിക്സിൻ്റെ മാർക്കിനോട് 5 മാർക്ക് കൂട്ടണം എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഒന്നും ആലോചിക്കേണ്ട, ടേബിളിലെ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുക അപ്ഡേറ്റ്, ടേബിളിൻ്റെ പേര് പറയുക ABC. ഇനി ഏത് വാല്യൂ ആണ് മാറ്റേണ്ടത്? സെറ്റ് PHY = ഇതുവരെ നമുക്ക് സംശയത്തിൻ്റെ ആവശ്യമില്ല. കാര്യം വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ടേബിൾ നെയിം പറയുക. ഇനി ഏത് വാല്യൂ ആണോ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് അത് സെറ്റ് ആ ഫീൽഡിൻ്റെ പേര് പറയുക. ഇനി എന്താ? ഇപ്പോഴത്തെ വാല്യൂ എന്താണോ അതിനോട് 5 കൂട്ടുക. ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് PHY തന്നെയാണ്. അതിനോട് നമ്മൾ എന്ത് ചെയ്യണം? 5 കൂടി കൂട്ടണം. ഇനി കണ്ടീഷൻ പറയുക. ആരുടെ മാർക്കാണ്? അനു എന്ന് പറയുന്ന ആളുടെ മാർക്ക്. കണ്ടീഷൻ പറയാൻ അപ്പോഴേ നമ്മൾ വേറെ ക്ലാസ് ഉപയോഗിക്കും. അദ്ദേഹത്തിൻ്റെ റോൾ നമ്പർ നമുക്ക് പറയാം. റോൾ = 501. നമുക്ക് നോക്കാം. കറക്റ്റായി വർക്ക് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം ABC. നോക്കിയേ, അദ്ദേഹത്തിൻ്റെ മാർക്ക് നേരത്തെ 30 ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാർക്ക് 35 ആയി. നമ്മൾ 35 നേരിട്ട് കൊടുത്തില്ല, പകരം ഇപ്പോഴത്തെ മാർക്ക് എത്രയാണോ അതിനോട് 5 മാർക്ക് കൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഫിസിക്സിൻ്റെ മാർക്ക് എല്ലാവർക്കും 5 മാർക്ക് വീതം കൂട്ടണമെന്ന് വിചാരിക്കാം.
ഈ ടേബിളിലുള്ള എല്ലാ ആൾക്കാരുടെയും ഫിസിക്സിൻ്റെ മാർക്ക് 5 മാർക്ക് വെച്ച് കൂട്ടണം. അപ്പോൾ 35 എന്നുള്ളത് 40 ആവും, 45 50 ആവും, 38 43 ആവും. അപ്പോൾ 40 45 ഇതുപോലെ നമുക്ക് കൂട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും എന്താ ചെയ്യുക? അപ്ഡേറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്ഡേറ്റ് ടേബിളിൻ്റെ പേര് ABC സെറ്റ് PHY ഈസ് ഈക്വൽ ടു PHY പ്ലസ് 5. കമാൻഡിൽ ഒരു വ്യത്യാസമില്ല. അപ്ഡേറ്റ് ABC ടേബിളിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ABC എന്ന കമാൻഡ് തന്നെ കൊടുക്കണം. ABC എന്ന് പറയുന്നത് ടേബിളിൻ്റെ പേരാണ്. ടേബിളിൻ്റെ പേര് മാറുന്നതനുസരിച്ച് വേറെ ടേബിളാണെങ്കിൽ ആ ടേബിളിൻ്റെ പേര്. സോ അപ്ഡേറ്റ് ടേബിളിൻ്റെ പേര് സെറ്റ് ഏത് ഫീൽഡാണോ ആ ഫീൽഡിൻ്റെ പേര് ഈസ് ഈക്വൽ ടു ആ ഫീൽഡിലെ ഇപ്പോഴത്തെ വാല്യൂ പ്ലസ് 5 കൊടുക്കണമെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇനി നമ്മളിവിടെ ചെയ്ത ഒരു കാര്യം, ഇവിടെ കണ്ടീഷൻ പറഞ്ഞില്ല. നമ്മൾ കണ്ടീഷൻ പറഞ്ഞില്ല എങ്കിൽ ആ മുഴുവൻ ടേബിളിലും ഈ കണ്ടീഷൻ ഈ അപ്ഡേഷൻ അപ്ലൈ ആവും. അപ്പോൾ മുഴുവൻ ടേബിൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ റെക്കോർഡ്സിലും ഇത് അപ്ഡേറ്റ് ആവും. അപ്പോൾ എല്ലാ റെക്കോർഡ്സിലും ഫിസിക്സിൻ്റെ വാല്യൂസ് വ്യത്യാസം വരും. നമുക്ക് നോക്കാം. നോക്കിയേ, 4 റെക്കോർഡ്സിൽ അഫക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. എല്ലാവരുടെ മാർക്കും 5 വെച്ച് കൂടി. മുകളിൽ നമുക്ക് കാണാം 35 45 38 40 എന്നാണ്. ഇവിടെ 40 50 43 45. അപ്പോൾ മുഴുവൻ ഫിസിക്സിൻ്റെ മാർക്കും നമുക്ക് ഒറ്റൊരു SQL കമാൻഡ് ഉപയോഗിച്ച് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് അപ്ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ്. ചുരുക്കം, നമ്മളൊരു ടേബിളിനകത്ത് എൻ്റർ ചെയ്ത് വെച്ചേക്കുന്ന വാല്യൂ ചേഞ്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വ്യത്യാസപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് അപ്ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ്. ഇനി അതുപോലെ തന്നെ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് ഒരു റെക്കോർഡിനെ ഒഴിവാക്കണം, ഡിലീറ്റ് ചെയ്ത് കളയണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഡിലീറ്റ് എന്ന് തന്നെയാണ്. ഡിലീറ്റ് എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു റെക്കോർഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നതിന്. ഉദാഹരണം, നമ്മൾ 504 സജിയുടെ റെക്കോർഡ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഡിലീറ്റ് ഫ്രം ടേബിളിൻ്റെ പേര് പറയാം. അപ്പോൾ ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാൻ ഇങ്ങനെയാണെന്ന് കൊടുക്കുന്നത്, ഡിലീറ്റ് ഫ്രം ABC. ഇനിയാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നത്. കണ്ടീഷൻ കൊടുക്കാൻ നമ്മൾ എപ്പോഴും എന്താ, വേർ ക്ലാസ് ഉപയോഗിക്കും. ഡിലീറ്റ് ഫ്രം ABC എന്ന് പറഞ്ഞാൽ ABCയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക എന്നർത്ഥം. അപ്പോൾ ഡിലീറ്റ് ഫ്രം ABC വേർ. ഇനിയാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നത്. കണ്ടീഷൻ എന്താ? റോൾ നമ്പർ 504 ഉള്ള ആളുടെ റെക്കോർഡാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഉടനെ റോൾ ഈസ് ഈക്വൽ ടു 504. ഒരു റോ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. നമുക്ക് ഒന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് പോയി, 504 എന്ന് പറയുന്ന റെക്കോർഡ് പോയി. സോ ഇങ്ങനെയാണ് നമ്മളൊരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 കമാൻഡ് ഇപ്പോൾ പറഞ്ഞു. എങ്ങനെയാണ് ഒരു ടേബിളിൽ ഉള്ള ഓൾറെഡി എൻ്റർ ചെയ്ത് വെച്ചേക്കുന്ന റെക്കോർഡ്സിൽ ഏതെങ്കിലും ഒരു വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്. ഏത് ഫീൽഡ് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അതുപോലെ ഒരു റെക്കോർഡിന് മുഴുവനായിട്ടും എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുകൂടിയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അടുത്തതായിട്ട് നമുക്ക് ഈ ടേബിളിൽ ഒരു പുതുതായിട്ടൊരു ഫീൽഡ് കൂടി ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഉദാഹരണം, ഈ ടേബിളിൽ നമുക്ക് ഒരു പുതിയ ഫീൽഡ്, അതായത് ടോട്ടൽ കൂടി കാണാനായിട്ട് ഒരു ഫീൽഡ് വേണം. പക്ഷെ നമ്മൾ ഓൾറെഡി ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടെ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു എളുപ്പത്തിൽ നമുക്ക് ഇതിനകത്തേക്ക് ഈ ഓൾറെഡി ഉള്ള ഒരു ടേബിളിൽ പുതിയ ഫീൽഡ് നമുക്ക് ആഡ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് എന്തെന്ന് വെച്ചാൽ ആൾട്ടർ ടേബിൾ എന്ന കമാൻഡാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കൊടുത്തു നോക്കാം. ആൾട്ടർ ടേബിളിൻ്റെ പേര് ABC എന്നാണ് ടേബിളിൻ്റെ പേര്. ആൾട്ടർ ടേബിൾ ABC. ഇനി നമുക്ക് പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യണം. അത് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ഇതാണ്, ആഡ്. ആ പുതിയ ഫീൽഡിൻ്റെ പേര് പറയുക. നമുക്ക് ടോട്ടൽ എന്നാണെങ്കിൽ ടോട്ടൽ എന്ന് കൊടുക്കാം. സോ ആൾട്ടർ ടേബിളിൻ്റെ പേര്, ആൾട്ടർ ടേബിൾ
ABC. ഇനി ഏതാണോ നമ്മൾ പുതുതായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ആഡ് ചെയ്യാനായതുകൊണ്ട് ആഡ് എന്ന കീവേഡ് കൊടുക്കുന്നു. ആ ഫീൽഡിൻ്റെ പേര് ടോട്ടൽ. ഇനി അത് എന്ത് ടൈപ്പാണെന്ന് കൂടി പറയണം. ഇൻറ്റിജർ ടൈപ്പാണ്. സോ നമ്മൾ ഇൻറ്റിജർ എന്ന് പറയും. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് ആ ഫീൽഡ് കൂടി ഇതിനോടൊപ്പം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് നോക്കാം, ആ ഫീൽഡ് വന്നിട്ടുണ്ട്. റോൾ നമ്പർ, നെയിം, ഫിസിക്സ്, കെമിസ്ട്രി, ടോട്ടൽ എന്ന് പറയുന്ന ഫീൽഡിൽ നോക്കിയേ, നമ്മൾ വാല്യൂസ് ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല. കാരണം എന്താ, പുതുതായിട്ട് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് വാല്യൂസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് നല്ലെന്ന് വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ടേബിളിൽ പുതിയ ഫീൽഡ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഇതാണ്, ആൾട്ടർ ടേബിൾ. ടേബിളിൻ്റെ പേര് പ്രത്യേകം ഓർക്കുക. പുതിയ ഫീൽഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കോളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാം ഓരോ കോളമാണ്. അപ്പോൾ പുതുതായിട്ടൊരു കോളം അല്ലെങ്കിൽ ഒരു ഫീൽഡ് ആഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ആൾട്ടർ ടേബിൾ. ടേബിളിൻ്റെ പേര് ABC. ഇനി ആഡ്, ആ പുതിയ ഫീൽഡിൻ്റെ പേര് പറയുക, ആഡ് ഡോട്ട്, അതെന്ത് ടൈപ്പ് എന്ന് പറയുക, ഇൻറ്റ് എന്ന് പറയുക. സോ ഇങ്ങനെയാണ് നമ്മൾ പുതുതായിട്ടൊരു ഫീൽഡിനെ ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണം, ഈ പുതിയ ഫീൽഡിലേക്ക് വാല്യൂ കിട്ടണം. ഇപ്പോൾ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാർക്ക് കൂട്ടിയത് വേണം ടോട്ട് എന്ന് പറയുന്ന ആ ഫീൽഡിലേക്ക് വരേണ്ടത്. അതിന് നമുക്ക് എന്ത് കമാൻഡ് ഉപയോഗിക്കാം എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പറഞ്ഞു, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ കമാൻഡ് അതാണ്. എന്തെന്ന് വെച്ചാൽ ഒരു ഫീൽഡിലേക്ക്, ഒരു റെക്കോർഡിലേക്ക് വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കമാൻഡ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു, അപ്ഡേറ്റ് കമാൻഡ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ വാല്യൂ നള്ള് മാറ്റി പുതിയത് വരുത്തണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് കമാൻഡ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കൊടുക്കാം അപ്ഡേറ്റ്, ടേബിളിൻ്റെ പേര് പറയാം ABC, സെറ്റ്, ഏതിൻ്റെ വാല്യൂവാണ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്, ടോട്ട്. ഓക്കെ, സെറ്റ് ടോട്ട് ഈസ് ഈക്വൽ ടു, അതിനകത്ത് ഏതിൻ്റെയൊക്കെ വാല്യൂ വരണം, കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും മാർക്കിൻ്റെ സം. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, PHY പ്ലസ് CHE, ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും അവിടുത്തെ മാർക്ക് എത്രയാണോ അത് രണ്ടും കൂടെ കൂട്ടി ഇവിടെ കിട്ടും. ഇത് മുഴുവൻ ടേബിളിലും അഫക്റ്റ്, മുഴുവൻ റെക്കോർഡിലും അഫക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടീഷനൊന്നും കൊടുക്കാതിരുന്നാൽ മതി. വെയർ റോൾ നമ്പർ 501 എന്ന് പറഞ്ഞാൽ ആ 501 മാത്രമേ അഫക്റ്റ് ചെയ്യൂ. നമ്മളൊന്നും കൊടുക്കാതിരുന്നാൽ മുഴുവൻ റെക്കോർഡിലും ഇത് വരും. അപ്പോൾ എന്ത് പറ്റും, 40ഉം 35ഉം കൂടെ ആഡ് ചെയ്ത് ഇവിടെ വരും, 50ഉം 36ഉം കൂടെ ആഡ് ചെയ്ത് ആ ടോട്ടൽ വരും, 43ഉം 35ഉം കൂടെ ആഡ് ചെയ്ത് ഇവിടെ വരും. നമുക്ക് നോക്കാം. നോക്കിയേ, ഒരൊറ്റ കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ആ വാല്യൂസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടി ആ ടേബിളിൻ്റെ ആ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ പറ്റി. നമ്മളിവിടെ ഓർക്കേണ്ട ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ സാമ്പിളായിട്ട് 3 റെക്കോർഡ്സ് എടുത്തോളൂ. ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികൾ, ഒരു 1000 കുട്ടികളുണ്ട്. ആ 1000 കുട്ടികളുടെയും മുഴുവൻ വിഷയങ്ങളുടെയും മാർക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ളൊരു ഒറ്റൊരു കമാൻഡ്, അപ്ഡേറ്റ്, ആ ടേബിളിൻ്റെ പേര് സെറ്റ് ടോട്ട് ഈസ് ഈക്വൽ ടു, എത്ര വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളുടെ മാർക്ക് അങ്ങോട്ട് സം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒറ്റൊരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മുഴുവൻ പേരുടെയും മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടി ടേബിളിലേക്ക് റൈറ്റ് ചെയ്യും. അതാണ് SQL കമാൻഡ്സിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത കാര്യം ഒന്നുകൂടി പറയുന്നു. ഒരു പുതിയ ഫീൽഡ് അല്ലെങ്കിൽ പുതിയൊരു കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത കോളത്തിലേക്ക് നമ്മൾ വാല്യൂ ഇൻസേർട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ടേബിളിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കുക. ഈ ടേബിളിൻ്റെ പേരൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ ടേബിളിൻ്റെ പേര് ABC എന്നാണ്. ആ പേര് മാറ്റിയിട്ട് നമുക്ക് PQR എന്ന് കൊടുക്കണം എന്ന് വിചാരിക്കും. എങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഇതാണ്, ആൾട്ടർ ടേബിൾ. ടേബിളിൻ്റെ പേരെന്താണ്, ABC. ആൾട്ടർ ടേബിൾ ABC.
എന്നിട്ട് ടേബിളിൻ്റെ പേര് മാറ്റണമെങ്കിൽ റീനെയിം എന്ന കമാൻഡ് കൊടുക്കും. റീനെയിം ടു പുതിയ പേര് കൊടുക്കുക, PQR. അപ്പോൾ നമ്മൾ കൊടുത്ത കമാൻഡ് എന്താണെന്ന് നോക്കുക. ഓൾട്ടർ ടേബിൾ ABC. ABC എന്നാണ് ഇപ്പോഴത്തെ ഈ ടേബിളിൻ്റെ പേര്. അതുകൊണ്ട് ഓൾട്ടർ ടേബിൾ ABC റീനെയിം ടു PQR. ആ ABCയെ എന്താക്കുന്നു? PQR ആക്കി മാറ്റുന്നു. നമുക്ക് നോക്കാം. ആ ടേബിളിൽ മാറിയിട്ടുണ്ടാവും. നമുക്കതറിയണമെങ്കിൽ നമുക്ക് പഴയ ടേബിളിലെ കണ്ടൻറ്റ് നോക്കാം. അപ്പോൾ ഒന്നും കാണരുത്. അങ്ങനെ ഒരു ടേബിൾ ഇല്ല എന്നുള്ള ആൻസറാണ് നമുക്ക് കിട്ടേണ്ടത്. ABCയുടെ പേര് നമ്മൾ മാറ്റിക്കഴിഞ്ഞു. നോക്കിയേ, അങ്ങനെ ഒരു ടേബിൾ ഇല്ല, ഡസൻറ്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സാമ്പിൾ എന്ന് പറയുന്ന ഡേറ്റാബേസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ABC എന്ന് പറയുന്ന ടേബിൾ ഇല്ല എന്നാണ് പറയുന്നത്. കാര്യം എന്താ? നമ്മൾ പേര് മാറ്റി. ഇപ്പോൾ അതിൻ്റെ പേര് PQR എന്നാണ്. നമുക്ക് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം PQR. അപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ പേര് മാറി ഇപ്പോൾ PQR ആയി. PQRൻ്റെ കണ്ടൻറ്റ് നമുക്ക് നോക്കാം. അപ്പം പേര് മാറി, ABC എന്നുള്ള പേര് മാറി, ഇപ്പോൾ PQR ആയി. സോ ഇങ്ങനെയാണ് നമുക്ക് ഒരു ടേബിളിൽ പുതുതായിട്ടൊരു ഫീൽഡ് ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ടേബിളിൻ്റെ പേര് മാറുന്നത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഫീൽഡ് ഒഴിവാക്കണം എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഉദാഹരണം, ടോട്ടൽ എന്ന ഫീൽഡ് നമ്മൾ അവസാനം ആഡ് ചെയ്തതാണ്, പക്ഷെ നമുക്കിപ്പോൾ വേണ്ട. നമ്മൾ വിചാരിക്കുന്നു ഇനി ആ ഫീൽഡ് വേണ്ട എന്ന് വിചാരിച്ചാൽ അത് ഒഴിവാക്കാനും മാർഗമുണ്ട്. അത് ഒഴിവാക്കാനുള്ള കമാൻഡ് ഇതാണ്. ഓൾട്ടർ ടേബിളിൻ്റെ പേരെന്താണ്? PQR. പുതുതായിട്ട് നമ്മൾ പേര് മാറ്റി. അപ്പോൾ ഓൾട്ടർ ടേബിൾ PQR എന്നിട്ട് ഡ്രോപ്പ് എന്ന കമാൻഡ് കൊടുക്കുക. ഡ്രോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രോപ്പ് ഏത് ഫീൽഡ് പറയുന്നോ ആ ഫീൽഡ് പോവും. ഡ്രോപ്പ് ഡോട്ട് എന്ന് കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, നമുക്ക് അത്യാവശ്യമുള്ള സമയത്ത് മാത്രമേ നമ്മളിത് ചെയ്യുള്ളൂ. ഓൾട്ടർ ടേബിൾ PQR എന്ന് പറയുന്ന ടേബിൾ നമ്മളൊരു ചേഞ്ച് വരുത്തുന്നു. അതാണ് ഓൾട്ടർ ടേബിൾ PQR. ഡ്രോപ്പ് ടോട്ട് എന്ന് പറഞ്ഞാൽ ടോട്ട് എന്ന് പറയുന്ന ഫീൽഡിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. നമുക്ക് നോക്കാം. ഇനി നമുക്ക് ആ ടേബിളിൻ്റെ കണ്ടന്റ് ഒന്ന് നോക്കാം. പോയി കഴിഞ്ഞു. ടോട്ട് എന്ന് പറയുന്ന ആ ഫീൽഡും അതിനകത്തുള്ള വാല്യൂസും കംപ്ലീറ്റ് പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഓൾട്ടർ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് 3 കാര്യങ്ങളാണ് ചെയ്തത്. 1, ഒരു പുതിയ ഫീൽഡ് ആഡ് ചെയ്തു. 2, ഈ ടേബിളിൻ്റെ പേര് മാറ്റി. 3, നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിനെ ഒഴിവാക്കണമെങ്കിൽ അതിനും ഓൾട്ടർ എന്ന് പറയുന്ന കമാൻഡാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഓൾട്ടർ കമാൻഡ് കൊണ്ട് സാധ്യമാകുന്നത്.